ഹേ ഗൈസ്, സോ ഇന്നലെ ഞങ്ങൾ മൂന്നാറിന് തേക്കടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് വീഡിയോ ആണ്. രാവിലെ തന്നെ ഞങ്ങളെല്ലാവരും റെഡി ആയിട്ട് നേരെ വണ്ടിയിലോട്ട് കയറി. ആദ്യം ഫുഡ് കഴിക്കാൻ പോയപ്പോൾ അവിടെ ഷോപ്പ് ഓപ്പൺ ആയിരുന്നില്ല. അങ്ങനെ നേരെ ഞങ്ങൾ വേറെ ഷോപ്പിലോട്ടാണ് പോയത്. സംഭവം തേക്കടിത്തെ കട ഫുള്ള് ക്ലോസ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നേരെ തമിഴ്നാട്ടിൽ നിന്നാണ് പോയി കഴിച്ചത്. അവിടെ പോകേണ്ട ഒരു ആവശ്യമുള്ള കാരണം ഞങ്ങൾ അവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്. ഞാനും ഉമ്മയും 2 ഇഡ്ഡലി പറഞ്ഞു, ബാക്കിയുള്ളൊരു ദോശയും അതേപോലെ തന്നെ പൂരിയൊക്കെ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ഫുഡിനെ കുറിച്ചൊന്നും പറയണ്ടല്ലോ, ഫുള്ള് വേറെ ടേസ്റ്റ് ആണ്. നമ്മൾ നാട്ടിലത്തെ പോലെ അല്ല. മാത്രമല്ല 3 ചട്നി അവർ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. 2 നമ്മൾ നാട്ടിൽ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. പിന്നെ വേറൊരു ചട്നിയാണ്. സംഭവം അത് പുതിനോണ്ട് ഉണ്ടാക്കണത്. അതെനിക്ക് തീരെ ഇഷ്ടമായില്ല, ബാക്കിയുള്ളവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മെയിനായിട്ട് തമിഴ്നാട്ടിൽ വരാനുള്ള കാരണം ഫഹദിന്റെ കൈ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ വേറെ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് തമിഴ്നാട്ടിൽ പപ്പയുടെ ഒരു ഫ്രണ്ട് കൂടി ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് തമിഴ്നാട്ടിലെ മെയിൻ ഒരു ഐറ്റാണ്, പൊങ്കൽ എന്നാണ് പറയാ. സംഭവം അത് റൈസിൽ നെയ്യും അതേപോലെ തന്നെ വേറെ എന്തൊക്കെ ഒരു ഫ്ലേവർ വരുന്നതാണ്. പേഴ്സണലി എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ബാക്കിയുള്ളവർക്കൊക്കെ കുഴപ്പമില്ല എന്നുള്ളൊരു മൈൻഡ് ആയിരുന്നു. ഇതിന്റെ ടേസ്റ്റ് പറയുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എനിക്ക് കഴിച്ചപ്പോൾ ഇതിന്റെ ടേസ്റ്റ് എന്താന്ന് പോലും എനിക്ക് പറയാം. അത് എന്തൊരു ടേസ്റ്റ് എന്ന് പോലും എനിക്ക് അറിയുന്നില്ല. ഫുള്ള് നെയ്യിന്റെ എന്തൊക്കെ ആയിട്ടാണ്. അത് കാരണം ഉമ്മ ഇതിന്റെ ഫ്ലേവർ എന്താന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്താ പറയുക, ശരിയാണ്, എന്തോ ഒരു ടേസ്റ്റ് പറയാനും കൂടി പറ്റുന്നില്ല. അങ്ങനെ നേരെ ഞാനത് ഉമ്മമാക്ക് കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ ആളത് കഴിച്ചപ്പോൾ ഫസ്റ്റ് എന്താന്ന് മനസ്സിലായില്ല, പിന്നെ അത് കഴിച്ച ഫ്ലേവർ ഒന്നുകൂടി മനസ്സിലായതിന്റെ ശേഷം ആളത് പറഞ്ഞത്. ചോറ് നെയ്യൊക്കെ ഇട്ടിട്ട് പറ്റിച്ച് നമ്മൾ ഈ ചെറുപയറൊക്കെ ഇട്ട് ഇതാക്കിയൊരു ചെറുപയറുണ്ട്. അതിൽ നെയ്യ് ഇതൊക്കെ ഇട്ട് അതിൽ ചെറുപയറുണ്ടെന്ന് പറയുന്നുണ്ട്. ശരിക്കും അതിൽ ചെറുപയറൊന്നും ഇല്ല, ആൾക്ക് തോന്നിയതാണ്. നല്ല നെയ്യ്, കറിവേപ്പില, കടുകിൻ്റെ ഒക്കെ സ്മെല്ല് അങ്ങനെയാണ്. ഫ്ലേവർ വരുന്നത് നമ്മൾ പച്ചരിയിൽ നല്ല നെയ്യൊക്കെ ചേർത്തുണ്ടാവില്ല, അങ്ങനത്തെ ഒരു ഫ്ലേവർ. മോശം ഫ്ലേവറല്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കഴിക്കാം. അങ്ങനെ ആളറിയും കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് അവിടുത്തെ കടലമുട്ടായി കണ്ടത്. കാണുമ്പോൾ ഭയങ്കര വലുതാണ്, കുറെ ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കും. ശരിയാണ്, കുറെ ഒക്കെ ഉണ്ട്, പക്ഷെ ചെറിയ ചെറിയ പീസുകളായിട്ട്. ടേസ്റ്റ് നമ്മളെ നാട്ടിലത്തേനേക്കാളും ടേസ്റ്റ് അവിടുത്തേതാണ്. പിന്നെ തമിഴ്നാട്ടിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഫുള്ളുകളൊക്കെ അല്ലേ ഈ കാണുന്നത്. വാഴത്തോട്ടങ്ങളും അതേപോലെ തന്നെ മുന്തിരിത്തോട്ടങ്ങളൊക്കെയാണ് ഇപ്പൊ കണ്ടത്. കേട്ടില്ലേ പപ്പ പറഞ്ഞത്? സംഭവം വേറെ ഒന്നല്ല, യേശു മരിച്ച ദിവസമായ കാരണം അതുപോലെ കുറെ ആൾക്കാരായിട്ട് പോകുന്നതാണ്. അത് കണ്ടപ്പോ ഫസ്റ്റ് ഞങ്ങൾ എന്തോ പരിപാടി എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ എടുത്തത്. അപ്പോഴാണ് പപ്പ അങ്ങനെ പറഞ്ഞത്. അപ്പൊ നേരെ വീഡിയോ എടുത്തിരുന്നത് മാറ്റി. പിന്നെ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോയപ്പോഴാണ് എന്താന്ന് കാര്യം മനസ്സിലായത്. മണിമുത്ത് രാജാത്തി വാനത്തോതിച്ചതോ മണ്ണിൽ മുളച്ചതോ ഏതാണ് രാജാത്തി, ഇവനാണ് രാജാവ് എടങ്ങറിന്റെ. ആരും പേടിക്കൊന്നും വേണ്ട, സംഭവം വേറെ ഒന്നല്ല, ഫഹദിനെ ഇന്നലത്തെ പോലെ തന്നെ പ്രാന്താക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ കിടന്ന് കാട്ടുന്നത്. നമ്മുടെ മെയിൻ ഹോം എന്താ ചോദിച്ചാൽ അവനെങ്ങനെ പ്രാന്താക്കലാണ്. സംഭവം നല്ല രസമാണ് അവനെങ്ങനെ പ്രാന്താക്കാൻ. അങ്ങനെ അവൻ്റെ പ്രാന്താക്കൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ കൈ കഴുകിയിട്ട് നേരെ പോയിട്ട് സീറ്റ് പിടിച്ചു. ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ആക്കിയായിരുന്നു ഞങ്ങൾ. ആ ടൈമൊക്കെ ആകുമ്പോഴത്തേനും നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു. കാരണം രാവിലെ ഇഡ്ഡലിയും അങ്ങനെയൊക്കെ കഴിച്ച കാരണം നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു എല്ലാവരും. മാത്രമല്ല 3 മണി ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കേൾക്കുമ്പോഴത്തേനും. പറ്റി പറയാനുള്ളത് കുറെ ദിവസം പോയി വണ്ടി കിടന്നിട്ട് കുറെ ഉറങ്ങി തീർത്ത് സ്ട്രെസ് അങ്ങോട്ട് തീർക്കും. പിന്നെ കാഴ്ചകൾ കണ്ടുവച്ചാൽ കണ്ട് ഉറങ്ങി കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏതായി ട്രിപ്പിൽ? ഓനെ പപ്പ തന്നെ എന്ന് വെച്ചാൽ അവോയ്ഡ് ചെയ്തിട്ട് പറഞ്ഞ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി, എന്നെ സപ്പോർട്ട് ചെയ്തപ്പോൾ. ഓക്കെ, ഇഷ്ടപ്പെടാത്തതോ? ഓക്കെ, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏതാ? ആ ആയിവാ. പിന്നെ അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ ചായ കുടിച്ചു.
ഇവിടെ വന്നിട്ട് പുതിയ സിഗരറ്റ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തില്ലേ? ഉമ്മച്ചിയാ, ഉമ്മച്ചിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് എന്താ? ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് എന്താ? ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ആ സ്ഥലങ്ങൾ ചുറ്റിക്കറങ്ങി കാണുന്നത്. ഫുഡിനേക്കാളും ഏറ്റവും വലിയൊരു സാധനം ഇഷ്ടപ്പെട്ടൊരു സാധനം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഫുഡ് ഏത് വേണമെങ്കിലും നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിക്കും. ഇതെല്ലാം കാണുന്നത് ഇവിടെ തന്നെ വരും. ഈ കാലാവസ്ഥ, ഈ പിന്നെ അന്തരീക്ഷം, ഈ ഓരോരോ കാര്യങ്ങൾ ചുറ്റി കാണുന്നത് ഒക്കെ വളരെ സൂപ്പറാണ്. അമ്മക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായതാ? എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് എൻ്റെ ഉമ്മാനിപ്പാനായിട്ട് എൻ്റെ വലിയ ചെറുപ്പം മുതലേ ഉള്ള ഒരു ആഗ്രഹമാണ് ഇങ്ങനെ അവരും കൂട്ടിയിട്ട് എനിക്കൊരു യാത്ര എന്നുള്ളത്. അതെനിക്ക് നടന്നു. വെറുതെ പറയണ്ട, വെറുതെ പറയേ. സത്യം, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. കാരണം ഈ സ്ഥലങ്ങളൊക്കെ ഞാൻ കണ്ടതാണ്, എനിക്കിത് കാണാമെന്നുള്ളതല്ല. പക്ഷെ അവരായിട്ടൊരു യാത്ര ഞാൻ അത്രയും ആസ്വദിച്ചത്. കണ്ണടി പപ്പയ്ക്ക് ഇഷ്ടമായി. എനിക്ക് പ്രത്യേകിച്ച് സ്ഥലത്തെ കുറിച്ചൊന്നും പറയില്ല. ഞാൻ കാശ് കുറേ പോയെങ്കിൽ നിരന്തരം കാണുന്ന സ്ഥലങ്ങളാണ്. എൻ്റെ ടൂറിസ്റ്റ് ഗസ്റ്റിനായിട്ട് ഞാൻ എല്ലാ സ്ഥലങ്ങളും പോകുന്ന അതുകൊണ്ട് എനിക്ക് സ്ഥലത്തിനെ പ്രത്യേകതയും തോന്നിയില്ല. എനിക്കത് ഇഷ്ടമാണ്. ട്രാവലിങ്ങിൽ നമ്മുടെ കൂടെ ഉമ്മയും കൂടെ ഉണ്ടായത് വളരെയധികം സന്തോഷം. അത് ഒരു മനസ്സിനൊരു സമാധാനം, ആശ്വാസം. പിന്നെ പാകുമോൻ്റെ കാര്യത്തിന് കൂടി ആയതുകൊണ്ട് നമുക്ക് ഒരു അഭിപ്രായങ്ങൾ ചോദിക്കാനും അതൊക്കെ മെയിനായിട്ട്. പിന്നെ എൻ്റെ കുണ്ടാപ്പിയുടെ അഭിപ്രായം എന്താണ് അഭിപ്രായം? ഈ ട്രിപ്പിൽ വന്നുകൊണ്ട് കുറേ നേരം ജെബിൻ്റെ പാപ്പൻ്റെ ഫോൺ കാണ്ടി നിൽക്കാൻ പറ്റും. പിന്നെ അത് കറക്റ്റാണ്. പിന്നെ കുറച്ച് നല്ല ഫുഡും കിട്ടി. ഇപ്പോൾ മന്തി ഓർഡർ അതിൽ ഇഷ്ടപ്പെടാത്ത എന്തായിരുന്നു? ഇഷ്ടപ്പെടാത്ത ഇനച്ചി ചോറ് പിന്നെ കൈ കൊടുത്ത് കൊടുത്തു. അയാളെ കുടിച്ചിട്ട് അപ്പൊക്കെ അയാളെ മോന്തോക്കി കൊടുക്കാൻ. അങ്ങനെ എല്ലാവരും അഭിപ്രായ പറച്ചിലും കഴിഞ്ഞ് മന്തിയും വന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് നേരെ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് വരികയാണ്. അപ്പം ഞങ്ങൾ ആദ്യം വന്ന വഴിയല്ല തിരിച്ച് പോകുന്നത്, വേറെ റൂട്ടിൽ കൂടെയാണ് പോകുന്നത്. അത് കാരണം കുറേ കാഴ്ചകൾ കാണാൻ പറ്റി. ഈ രണ്ട് സൈഡിലും കാണുന്നത് ഇതേപോലെ ഓരോ കൃഷികളാണ്. സംഭവം ഇത് രണ്ടും റബ്ബർ തോട്ടമാണ്. കണ്ടില്ലേ, ഈ കാണുന്നത് ഫുള്ള് ഇതേപോലെയാണ് ഓരോരോ റബ്ബർ തോട്ടങ്ങൾ. റബ്ബർ തോട്ടം മാത്രമല്ല, ഇതേപോലെ ജാതിക്കത്തോട്ടം ഉണ്ടായിരുന്നു. തോട്ടങ്ങളാണ് ഫുള്ള്. നമ്മളിപ്പോൾ ഈ വരുന്ന വഴികളൊക്കെ കുറേ മാംഗോസ് ഇതിൻ്റെ കണ്ടു, റംബൂട്ടാൻ്റെ കണ്ടു. ഇത് മൊത്തം ജാതിക്കയുടെ തോട്ടങ്ങളാണ്. ഇതിൽ നിറയെ ജാതിക്ക ആയിട്ടുണ്ട്, വിളവെടുപ്പിനായിട്ടില്ല, കുറച്ചുകൂടി ഉണ്ട്. പിന്നെ ഈ കാണുന്നത് ഫുള്ള് റംബൂട്ടാനാണ്. നിറച്ചുണ്ടായിട്ടുണ്ട്, പക്ഷെ പഴുത്തിട്ടൊന്നുമില്ല. ഓരോ സെക്ഷൻ ആക്കിയിട്ടാണ് ഇവർ ഇതിന് വളർത്തുന്നതും. അതേപോലെ തന്നെ നല്ല രീതിക്ക് കെയറും ചെയ്യുന്നുണ്ട്. സെക്ഷൻ ആക്കാന്ന് പറയുമ്പോൾ ഒരു ഭാഗത്ത് റംബൂട്ടാൻ്റെതാണെന്നുണ്ടെങ്കിൽ വേറെ ഭാഗത്ത് വേറെ ഫ്രൂട്ട്സിൻ്റെതാണ്. ഇതിൽ ഓറഞ്ച് ഉണ്ട്. ഇതാ ഉമ്മ അതിൽ ഓറഞ്ചാന്ന് പറയുന്നുണ്ട്. സംഭവം ഓറഞ്ച് ഒന്നുമല്ല, അതൊരു വിശക്കായായിരുന്നു. കാണുമ്പോൾ ഓറഞ്ച് പോലെ ഉണ്ടായിരുന്നു. ഞാൻ തന്നെയാണ് പറഞ്ഞെടുത്തത് അത് ഓറഞ്ചാണ്. പക്ഷെ ഇത് ഓറഞ്ച് ആയിരുന്നില്ല, അതൊരു വിശക്കായാണ്. കണ്ടില്ലേ, ഇതൊക്കെ പൊട്ടിക്കാൻ പറ്റും, പക്ഷെ ഇതൊന്നും പഴുക്കാത്ത കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് പഴുത്തതെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ എപ്പോഴും പൊക്കിയിട്ടുണ്ടാകും. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞ് വരുമ്പോഴത്തേന് രാത്രി ആയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി എന്നുള്ളൊരു മൈൻഡായിരുന്നു. പക്ഷെ ഭയങ്കര ബ്ലോക്കായിരുന്നു. വേറെ ഒന്നല്ല, ഇതേപോലെ ഞാൻ ഇന്നലെ ചെയ്ത കാരണമാണ് അവൻ ഇന്നത് കാണിക്കുന്നത്. ഞാൻ ഇന്നലെ അവനെ പ്രാന്താക്കാൻ വേണ്ടിയിട്ട് കളിച്ച പോലെ അവൻ നേരെ എന്നോട് തിരിച്ച് കാണിക്കുകയാണ്. അങ്ങനെ അവരെ കളിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് വിശന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. സംഭവം ഒരു ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ്. ലാസ്റ്റ് അവിടെ ചിക്കൻ കണ്ടപ്പോൾ ഉമ്മ ഒന്ന് ഓർഡർ ആക്കി. ചിക്കൻ മാത്രമല്ല, ആൾ കൂടെ ഒരു പൊറാട്ടയും വാങ്ങി. ഞാനും പപ്പയാണെങ്കിൽ ഒരു ലെമൺ ടീയും ബാക്കിയുള്ളൊരു ചായയും വാങ്ങിച്ചിരിക്കുകയായിരുന്നു. ഈ ചിക്കൻ ഇങ്ങനെ കുന്നുകൂട്ടിയൊക്കെ എടുക്കണ കണ്ടിട്ടാണ് ഉമ്മക്ക് അത് കഴിക്കാൻ തോന്നുന്നത്. സംഭവം നല്ല ഫ്രഷ് ആയിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഒരു ചായ കുടിക്കാൻ കയറി ഞങ്ങൾ അവിടുത്തെ രാത്രിക്കാലത്തെ ഫുഡും കൂടി കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. ഞാനാണെങ്കിൽ ഉമ്മാക്ക് വാങ്ങിയതാണെങ്കിൽ അതിനൊരു പീസ് പൊട്ടിച്ച് കഴിച്ചു നോക്കി. ലാസ്റ്റ് ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് ലാസ്റ്റ് ആകുമ്പോഴാണ് ഫഹദ് വന്നത്. വേറെ ഒന്നല്ല, ആള് ഇന്നത്തെയും പോലെ തന്നെ തെറ്റിയിരിക്കുകയായിരുന്നു. ലാസ്റ്റ് ആളെ വിളിച്ചുകൊടുന്ന് ആള് ഫുഡ് കഴിക്കലും കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ പറയണ്ടല്ലോ, സെയിം ബ്ലോക്ക് തന്നെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ ഒരു 11 മണിയൊക്കെ ആയി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ സെറ്റ് വീണ്ടും കാണാം.